പറന്നു പൊങ്ങുക സഹകരണക്കൊടി മഴവിൽ വർണ്ണ പതാകെ നിറങ്ങളേഴും സഹകരണത്താൽ പ്രകാശകിരണം തീർക്കുന്നു. പറന്നു പൊങ്ങുക സഹകരണക്കൊടി മഴവിൽ വർണ്ണ പതാകെ നിറങ്ങളേഴും സഹകരണത്താൽ പ്രകാശകിരണം തീർക്കുന്നു. സ്വരങ്ങളേഴും സഹകരണത്തിൽ മന്ത്രധ്വനിയായി മാറുന്നു. കടലും ചേർന്നത് ഒരേ സ്വരത്തിൽ പാടുന്നു. സ്വരങ്ങളേഴും സഹകരണത്തിൽ മന്ത്രധ്വനിയായി മാറുന്നു. സഖ്യനും അറബിക്കടലും ചേർന്നത് ഒരേ സ്വരത്തിൽ പാടുന്നു. ഹിമശൃംഗത്തിൽ തിരമാലകളിൽ പ്രതിധ്വനിച്ചു മുഴങ്ങുന്നു. വികസനത്തിനു നൂതനമാർഗം സഹകരണത്തിൻ വിപ്ലവമാർഗം. വികസനത്തിന് നൂതനമാർഗം സഹകരണത്തിൻ വിപ്ലവമാർഗം. സഹകാരികളെ സഹവർത്തികളെ സ്വാശ്രയ ലോകം തീർക്കുക നാം. സമത്വ സുന്ദര സമൂഹമാകാൻ സോദരരായി മുന്നേറുക നാം. സഹകാരികളെ സഹവർത്തികളെ സ്വാശ്രയ ലോകം തീർക്കുക നാം. സമത്വ സുന്ദര സമൂഹമാകാൻ സോദരരായി മുന്നേറുക നാം. ജയ് ഹോ ജയ് ഹോ സഹകരണത്തിൻ വർണ്ണ പതാകെ ജയ് ഹോ ജയ് ഹോ ജയ് ഹോ. സഹകരണത്തിൻ വർണ്ണ പതാകെ ജയ് ഹോ ജയ് ഹോ ജയ് ഹോ. ഫെബ്രുവരി 21 ഓർക്കാട്ടേരിയിൽ വളരെ ലളിതമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഏറാമല കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ജനകീയമായി തീരുകയുണ്ടായി. സഹകരണ മേഖലയിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പോലും തളരാതെ പിടിച്ചു നിൽക്കാൻ ശക്തമായ ഭരണസമിതിയുടെ കീഴിൽ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലമെന്നോണം കണ്ടിക്കര കേന്ദ്രമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാഖ 2014 കാർത്തികപ്പള്ളിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗങ്ങൾക്ക് ലളിതമായ തവണ വ്യവസ്ഥയിൽ മെമ്പർമാരുടെ ജാമ്യത്തിൽ വ്യക്തിഗത വായ്പകളും അംഗങ്ങളായ വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ വനിതാ സെൽഫി വായ്പകളും ഏറാമല പഞ്ചായത്തിലെ കുട്ടികൾക്ക് മാതാവിന്റെ സ്വന്തം ജാമ്യത്തിൽ സൈക്കിൾ വായ്പയും ചെറുകിട കച്ചവടക്കാർക്ക് ചെറുകിട വായ്പകളും കമ്പ്യൂട്ടർ വാങ്ങാനുള്ള വായ്പകളും അടക്കം വ്യത്യസ്തമായ നിരവധി വായ്പകൾ സംഘം നൽകിയിട്ടുണ്ട്. വടകര താലൂക്കിൽ ആദ്യമായി വനിതകൾക്കായി 100-ൽ പരം ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരേ സമയം വായ്പ അനുവദിച്ചുകൊണ്ട് ഓർക്കാട്ടേരി ചന്ത മൈതാനത്ത് വെച്ച് ഒരുമിച്ച് വിതരണം നടത്തുകയുണ്ടായി. ഇടപാടുകാർക്ക് പരമാവധി വേഗത്തിൽ തന്നെ വസ്തുപണയ വായ്പകൾ സംഘം നൽകി വരുന്നു. വ്യത്യസ്തമായ കാലയളവിലുള്ള സ്വർണ്ണ പണയ വായ്പകളും വിവിധ സ്കെയിലുകളിലുള്ള ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമുകളും സംഘം നടത്തി വരുന്നു. അംഗങ്ങൾക്ക് സൗജന്യ ലോക്കർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായ്പകളുടെ തിരിച്ചടവിനായി നിത്യനിധി കളക്ഷൻ ഏജന്റുമാരെ ഏർപ്പെടുത്തി FPR ക്യാൻസർ സെന്ററിൽ സാന്ത്വനം നിക്ഷേപം എന്ന പേരിൽ സംഘം നടത്തി വരുന്നു. ഒട്ടനവധി സഹകരണ സംഘങ്ങൾ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഏറാമല പഞ്ചായത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഏറാമലയുടെ മണ്ണിൽ ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാൻ ഇതുവരെ അംഗങ്ങൾ നൽകി വന്ന അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് സംഘത്തിന്റെ അത്യുന്നതമായ വളർച്ചയിൽ പങ്കാളികളാവാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി ഏറാമല കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് പി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന മഹത്വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, 2004 ഫെബ്രുവരി 1 ഏറാമല പഞ്ചായത്ത് ഓർക്കാട്ടയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു. നമ്മുടെ സംഘത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടായി. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിച്ച്
മുന്നോട്ട് പോയി സംഘത്തെ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാവരും പ്രത്യേകം പ്രതിജ്ഞ അറിയിക്കും. അതോടൊപ്പം തന്നെ 2014 നമ്മുടെ സഹസംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ അതിഗംഭീരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പുതിയ ഒരു ബ്രാഞ്ചിന് കണ്ടീക്കര ബ്രാഞ്ചിന് അനുമതി നൽകുകയുണ്ടായി. അതിനുശേഷം 10 വർഷം പിന്നിടുമ്പോൾ വീണ്ടും നമ്മുടെ സംഘത്തിന് പുതിയ ഒരു ബിൽഡിങ്ങിൽ അത്യാധുനിക സൗകര്യത്തോടുകൂടി ഈ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സർവശക്തനെ ഞാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്, എൻ്റെ നൃത്യത്തിലേക്ക് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട CN വിജയകൃഷ്ണൻ സാർ. അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും. എന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഒന്ന് സ്പർശിക്കാതെ പോവാതിരിക്കാൻ സാധിക്കും. നമുക്കറിയാം, സഹകരണ മേഖലയിൽ വിവിധ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടത്തിൽ അതിജീവന മാർഗം എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ചു വന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പാവപ്പെട്ട കുറെ ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ, വളരെ രോഗികളായ മാരകമായ രോഗമായ ക്യാൻസർ പിടിപെട്ട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന രംഗം അദ്ദേഹം വീക്ഷിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണുക എന്ന ബോധ്യത്തോടുകൂടി അദ്ദേഹം ആരംഭിച്ച ഒരു മഹത്തായ ഹോസ്പിറ്റലാണ് കോഴിക്കോട് MBR ക്യാൻസർ സെന്റർ. അത് ഏഷ്യയിൽ തന്നെ 1ാം നമ്പർ ഹോസ്പിറ്റലായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തികൾ മാത്രമാണ് സാധിച്ചത്. സഹകരണ മേഖലയിൽ വിവിധ 5 സ്റ്റാർ ഹോസ്റ്റലുകൾ അതുപോലെ ഫ്ലാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാവിപ്ലവത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു മഹത്വത്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഏറാമല പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നതമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വങ്ങളാണ്. എന്നിരുന്നാലും അവരുടെ പേരുകൾ പരാമർശിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായ മിനിക TP ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ്, ഏറാമല പഞ്ചായത്തിലെ ഒരുപാട് കാലം അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട MK ഭാസ്കരേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും നിയമപരമായ ഉപദേശങ്ങളും അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ P. ഷിജുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേണോട്ടൻ എല്ലാവർക്കും പരിചയപ്പെടുന്ന ആവശ്യമില്ല. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, അതുപോലെ യൂണിറ്റ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സർ, ബഹുമാനപ്പെട്ട OK കുഞ്ഞുള്ള മാസ്റ്റർ, N. ബാലകൃഷ്ണൻ മാസ്റ്റർ, KC ബാലകൃഷ്ണൻ, NM ബിജു, TK വാസ മാസ്റ്റർ, TN ശശീന്ദ്രൻ. അദ്ദേഹം ഇവിടെ സാന്നിധ്യനായി പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം ആശംസ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് MK കുഞ്ഞിരാമൻ സർ, കുഞ്ഞിരാമൻ, N. രാജൻ, രജീഷ് R, K. ഇസ്മായിൽ, രാജേഷ് EP, സത്യം മാസ്റ്റർ, മുഴുവൻ ആൾക്കാരെ ഈ പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വത്സൽ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ CN വിജയകൃഷ്ണൻ, വേദിയിൽ പുരുഷരായ മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സർവാത്മന ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആഗ്രഹത്തോടെ ഇവിടെ എത്തിച്ചേർന്ന സഹൃദയരെ, സഹകാരികളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ഏറാമല കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഏറാമല പഞ്ചായത്തിൻ്റെ ഹൃദയവാക്ക് കാർത്തിയപ്പള്ളി റോഡിൽ 2004 ഫെബ്രുവരി 21 ഈ സഹകരണ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ദിവംഗതനായ ശ്രീ MV രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്ഥാപനം ഏറെ ബാലാരിഷ്ടതകളും അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് ഇന്ന് 21ാം വർഷത്തിലേക്ക് കടക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഓഫീസുകളും മറ്റും അനുബന്ധങ്ങളും വിപുലീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന ചടങ്ങിനാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സ്നേഹം, സഹകരണം എന്നീ സൗഹൃദമെന്നീ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ പ്രിയങ്കരനായ MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ലാഡർ, അതുപോലെ കേരള സഹകരണ ഫെഡറേഷൻ തുടങ്ങിയവയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ബഹുമാനീയനായ ശ്രീ CNBA ബഹുമാന പരിസരം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റിനെ അത്യാവശ്യമായിട്ട് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് കറകൾ വേഗം അവസാനിക്കും. പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം സംസാരിക്കുന്ന ക്ഷമതയാണ്. MLA വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് ഉണ്ട്. അടിയന്തരമായ മീറ്റിംഗിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല. 2004 തുടങ്ങിയിട്ടുള്ള ഈ ബാങ്കിന് അതിൻ്റെ പുതിയ ശാഖ എന്നല്ല, അതിൻ്റെ പുതിയ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു സ്ഥാപനം, അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട CN വിജയകൃഷ്ണൻ MBR ക്യാൻസർ സെൻ്ററിൻ്റെ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, എല്ലാവർക്കും ഈ സ്ഥാപനത്തിന് ഭാവിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിക TP അവരുടെ സ്ട്രോങ് റൂം ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു മാം. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. അവതരിപ്പിക്കുന്നതിനായി ഏറാമല കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി സെക്രട്ടറി താഹിറ PB മാമിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടകരായി എത്തിച്ചേർന്ന ബഹുമാന്യരായ വിജയകൃഷ്ണൻ സർ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനിക മാഡം, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു സർ, N വേണു സർ, കോട്ടയം രാധാകൃഷ്ണൻ സർ, MK ഭാസ്കരൻ സർ, യൂണിറ്റ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു സർ, ഡോക്ടർ കുഞ്ഞുപിള്ള സർ, N ബാലകൃഷ്ണൻ സർ, ആശംസ പ്രവർത്തിക്കാനെത്തിയ പ്രമുഖരെ, മാന്യ മെമ്പർമാരെ, ഇടപാടുകാരെ, എല്ലാവർക്കും സംഘത്തിൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന പരിധിയായി 5/2/2002 അർബൻ ബാങ്കായി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ 1/8/2003 അർബൻ സൊസൈറ്റിയായി മാറ്റുകയും അങ്ങനെ 21/2/2024 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മിസ്ലേനിയസ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘം പിന്നീട് ബ്ലഡ് സൊസൈറ്റിയായി തരംതിരിച്ചു. തുടക്ക നാളുകളിൽ വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്ന സംഘത്തിന് പിന്നീട് വിവിധ നാളുകളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. 2018 പ്രളയകാലത്തും 2021 കോവിഡ് മഹാമാരി വ്യാപകമായ സമയത്തും മെമ്പർമാർക്ക് സഹായ സഹകരണങ്ങൾ നൽകാനും സഹകരണ പ്രസ്ഥാനത്തിനായി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച ക്രാന്തദർശിയായ ഇദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെട്ടിട സാമുച്ചയങ്ങളും മൾട്ടിപ്ലക്സുകളും സഹകരണത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന നിശ്ചയദാർഢ്യത്തിന് ഉടമയാണ് ഇദ്ദേഹം. ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും വിജയിപ്പിച്ചെടുക്കാനാകുമെന്ന് തെളിയിച്ചു തന്ന സഹകാരി CN വിജയകൃഷ്ണൻ സാറിനെ ഏറാമല കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
സഭയുടെ പ്രസിഡന്റും കൂടിയായ വത്സല, സ്വാഗതം പറഞ്ഞ സ്വാമ്പം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനിക, നിക്ഷേപം ലോക്കൽ ഉദ്ഘാടനം ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഭാസ്കരൻ, നിക്ഷേപം സ്വീകരിക്കുന്ന CUB അസിസ്റ്റന്റ് രജിസ്ട്രാർ, കമ്പ്യൂട്ടർഷിപ്പ് ജോൺ ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് വേണു, വനിതകളുടെ തൊഴിൽ വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന രാധാകൃഷ്ണൻ എൻ്റെ സുഹൃത്തും വളരെ കാലമായി എനിക്ക് പരിചയമുള്ള വ്യക്തിത്വവും, കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന അംഗങ്ങളെത്തി സ്വീകരിക്കുന്ന സുരേഷ് ബാബു, OK അബ്ദുള്ള, ബാലകൃഷ്ണൻ മാസ്റ്റർ, എൻ്റെ സഹകരണ ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് KC ബാലകൃഷ്ണൻ, ബിജു, TK വാസു മാസ്റ്റർ, TK ശശീന്ദ്രൻ, MK കുഞ്ഞിരാമൻ, രാജരാജൻ, ജയീഷ, K ഇസ്മയിൽ, രാജേഷ്, പ്രിയമുള്ളവർ, 21 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ നേതാവ് MV രാജൻ്റെ കൂടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വന്നു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൽ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച വരാൻ കഴിഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. എനിക്ക് അത് ഈ സമയത്ത് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അതിനെ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. സഹകരണ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ പറയാറ്, പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഹകരണ മേഖലയിൽ ഒരു വിശ്വാസം സ്വതവേ നഷ്ടപ്പെട്ടിരിക്കുക എന്ന് പറയാതിരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് മലബാറിലേക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തേക്ക് ബാധിച്ചു എന്നല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കരുവന്നൂർ വന്നപ്പോൾ ഞാൻ TP ദാസൻ, കോഴിക്കോട് പഴയ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് നഹത്തു, മനേജ് ചന്ദ്രൻ, എനിക്ക് നൻസുട്ട് തുടങ്ങിയുള്ള മുഴുവൻ സഹായികളും കോഴിക്കോട് അർബൻ ബാങ്കിൽ ഇരുന്ന് പറഞ്ഞു, ഈ പ്രശ്നം 5 മിനിറ്റോട് തീർക്കണം, ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അതിന് വേണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 100 കോടി രൂപ കൊടുക്കാം. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആളുകളുണ്ടായില്ല, മേലെയുള്ള ഭരണാധികാരികളുണ്ടായില്ല. പക്ഷെ കേരള ബാങ്ക് സഹായിക്കും എന്ന് പറഞ്ഞു. ആരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ മേഖലയിലെ തകർച്ച എന്ന് പറയുന്നത് വിശ്വാസക്കുറവ് ഉണ്ടാക്കിയത് ഈ കേരള ബാങ്ക് വന്നത്. എന്തിനായിരുന്നു കേരള ബാങ്ക് വന്നത് എന്ന് ചോദിച്ചാൽ ആരെക്കാണ് മെച്ചം? ഇപ്പൊ പൂർണ്ണമായി RBIയുടെ കയ്യിലേക്ക് പോയി എന്നതാണ്. സംഘങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ സഹായിക്കേണ്ട കേരള ബാങ്ക് സംഘങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ സഹായിക്കാനില്ല എന്ന് മാത്രമല്ല, പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഒഴിച്ച് ബാക്കിയുള്ള ബാങ്കുകൾക്ക് അവരെ സഹായിക്കാനും കൂടി തയ്യാറാവുന്നില്ല. ഇപ്പൊ ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വിശ്വാസം ആദ്യം ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവര് കുറച്ച് പൈസ കിട്ടിയാൽ ആദ്യം നിക്ഷേപിക്കാൻ വേണ്ടിയിരുന്ന സ്ഥലം തൊട്ടടുത്തുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയായിരുന്നു. ഇന്ന് അവർ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റു പലതിലേക്കുമാണ്. ഷെയർ മാർക്കറ്റിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക.
ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാരാണ്. രണ്ടാമത് ഭരണസമിതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അവരുടെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പ് നിലനിർത്താൻ ഓരോ സഹകരണ ജീവനക്കാരനും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പുതിയ നിയമങ്ങളുണ്ടോ? നിയമത്തിൽ പല പല ഗുണങ്ങളുമുണ്ട്. UDF LDF കൈ എടുത്തിട്ടാണ് നിയമം പാസ്സാക്കിയത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വല്ലാതെ പറയുന്നില്ല. പക്ഷെ 3 ടേം ഒരു ഭരണസമിതിയിലെ സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് ഭരണസമിതിയിൽ നിൽക്കാൻ പറ്റും. ഞാൻ പറയുന്നത് 3 ടേം പോയാൽ മതി. MLA-മാരും MP-മാരൊക്കെ എന്തിനാ സഹകരണ സംഘത്തിൽ മാത്രമാകുന്നത്? അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് ആളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർ 3 ടേം ആയതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇതിനെതിരെ UDF LDF തീരുമാനിക്കാൻ കൈയടിക്കാം, സാധാരണക്കാരൊക്കെ കൈയടിച്ചു കൊടുക്കാം. ഞങ്ങൾ നിയമസഭയിൽ അതുകൊണ്ട് കൈയടിച്ചില്ല. ഞങ്ങൾ സുപ്രീം കോടതി ചേർത്തു. സഹകരണ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാനുള്ള വിചാരമുണ്ട്. ജനാധിപത്യത്തിൽ അതാണ്. അത് സഹകരണത്തിൽ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ പറയണം, ഒരു മെമ്പർഷിപ്പിന്റെ കാലാവധി അദ്ദേഹം എടുത്ത് 17 കൊല്ലമായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ മറ്റു പലതും ഇതൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പല നിയമങ്ങളും സാധനം ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം എനിക്ക് തോന്നുന്നു മനേജന്റെ ബാങ്കൊക്കെ 10, 25, 50 ലക്ഷം ലോൺ കൊടുക്കണ്ടാവും. അതിനെ കഴിഞ്ഞാൽ 10-ൽ മേലെ ലോൺ കൊടുക്കാൻ കഴിയില്ല. കരിവന്നൂർ വന്ന പ്രശ്നം എന്ന് പറയുന്നത്, കണ്ടരയിൽ വന്ന പ്രശ്നം എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മേലെ ലോൺ കൊടുത്തതാണ്. എല്ലാ മാന്യന്മാർക്കും കൊടുത്ത് തിരിച്ചടവില്ല. തിരിച്ചടയ്ക്കാൻ വേണ്ടി പണം വാങ്ങിക്കൊണ്ടുവരുന്നത് നാട്ടുകാരെ പൈസയാണെന്നുള്ള ബോധമല്ല. പിന്നെ പണം ചോദിച്ചു ചെയ്യുന്നതിന് ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളിൽ തട്ടിക്കയറുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളായത് കൂടെ നിന്നുള്ളൂ. ഏതായാലും പുതിയൊരു അന്തരീക്ഷത്തിലാണ് സഹകരണ മേഖല കടന്നുപോകുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? അനന്തമാണ് സഹകരണ മേഖല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 എണ്ണത്തില് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുക. അതൊന്ന് IT മേഖല, മറ്റൊന്ന് ടൂറിസം മേഖല, മറ്റൊന്ന് സഹകരണ മേഖല. ആ സഹകരണ മേഖലയെ പിടിച്ചു നിർത്തണോ എന്ന് ആലോചിക്കുന്നു. അതിനുവേണ്ടി ആലോചിക്കുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം എന്ന് പറയുന്നത് 3 തട്ടാണ്. അവരെന്നാണ് 3 തട്ടാക്കെ ഇനി നമ്മളോട് പറയാമെന്ന് അറിയില്ല. അപ്പൊ ഈ കേരള ബാങ്ക് ഉണ്ടാക്കിയതൊക്കെ പിടിച്ച് വീണ്ടും ജില്ലാ ബാങ്കിലേക്ക് പോകും. നമ്മുടെ പേര് മാറ്റാൻ പറഞ്ഞിരിക്കുക കേരള ഗവൺമെന്റ്. നിങ്ങൾക്ക് പത്രത്തിൽ കാണും, ഇടയ്ക്കിടയ്ക്ക് RBI എന്നോട് RBI ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ നോട്ടീസ് നേരിട്ട് വന്നു, കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ പേര് മാറ്റണം. ഒരു രജിസ്ട്രാർ വെച്ചിരുന്ന് പിന്നെ രജിസ്ട്രാർ എവിടെയുള്ള പോലെ ഞങ്ങൾക്കൊരു കത്ത്, ഞങ്ങൾ പേര് മാറ്റാൻ ചെയ്യാറ്. എന്താ ഏറാമല സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളതിന്റെ പേര് ഏറാമല സർവീസ് സൊസൈറ്റി എന്നായാലും എന്താ? അതൊന്നും വലിയ പ്രശ്നമുള്ള, പണ്ട് സൊസൈറ്റിയിൽ പോകുന്നതാണ് ആളുകൾ പറയുന്നത്. ഇപ്പൊ ഇത് സൊസൈറ്റി അല്ലേ ആളുകൾ പഠിച്ചിട്ടുണ്ട്. വനിതാ സൊസൈറ്റികള് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുള്ള ഏറ്റവും വലിയ അതിലും വലിയ വനിതാ സൊസൈറ്റികളാണ് നമ്മുടെ മലബാറിലുള്ളത്. നമ്മുടെ അഴിയൂരിൽ ഒരു വനിതാ സഹകരണ സംഘമുണ്ട്. എനിക്ക് തോന്നുന്നു 100 കോടിയിൽ മേലെ നിക്ഷേപം ഉണ്ടാവും. കൃത്യമായ കണക്കറിയില്ല. 100ന്റെ അടുത്തായിരിക്കുമെന്ന് അയാൾ പറയും. ഞാൻ ഇത് നോക്കുന്ന, കാണുന്ന, പഠിക്കുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലയിലും
ഞാൻ മലയത്തിന് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചത്. ഇപ്പം സഹകരണ വകുപ്പിന്റെ കയ്യിൽ തന്നെയാണ് അതേ മന്ത്രിയൊക്കെയാണ് ശബരിമല നോക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന എത്രയോ സഹകരണ സംഘങ്ങളുണ്ട്. ആ സഹകരണ സംഘങ്ങള് ശബരിമലയിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കും. നമ്മുടെ കൺസ്യൂമർ ഫെഡറേഷൻ ശർക്കര ഇതൊക്കെ നടക്കുന്നില്ല. എല്ലാത്തിനും കമ്മീഷനാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ സഹകരണ വകുപ്പ് ഒന്ന് വിചാരിച്ചാൽ ദേവസ്വം ഒന്ന് വിചാരിച്ചപ്പോൾ നടക്കുമെന്നറിയില്ല. ഇതിനൊക്കെ കുത്തകകളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ മറിച്ച് സഹകരണവും ദേവസ്വവും ഒന്നായാൽ ഈ വരുന്ന മകരവിളക്ക് പരമാവധി സഹകരണ മേഖലയിൽ ഉപയോഗിക്കുക. ഇന്ത്യൻ കോഫി ഹൗസിന് ശബരിമലയിൽ ആളുകൾ വന്നാം. അതിന്റെ പമ്പയ്ക്കും ശബരിമലയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ തുറന്നാം. സ്ഥിരം സംവിധാനം അവർക്ക് കൊണ്ടാകാം. ഇന്ത്യൻ കോഫി ഹൗസ് മാത്രമല്ല സഹകരണ മേഖലയിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചത്. ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ സഹകരണ മേഖലയിലെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? അതൊരു മെസ്സേജാണ്. സഹകരണ മേഖലയിലെ സാധാരണക്കാരന് 5 സ്റ്റാർ ഹോട്ടൽ കൊടുക്കുക എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം കൂടി 25-ാം തീയതി 1 കോടിയിൽ മേലെ നിക്ഷേപമുള്ള വ്യക്തികളായാലും ഞങ്ങളുടെ സംഘങ്ങളുടെ വ്യക്തികളായാലും സൊസൈറ്റികളായാലും അവർക്ക് 3 ദിവസം 3 രാത്രിയും 4 പകലും അവിടെ താമസിക്കാം. താജിന് വരുന്ന സൈസിലാണ് നമ്മുടെ സപ്ത. അത് വിജയലക്ഷ്മി ഉണ്ടാക്കിക്കൊണ്ടതിന് വലിയ കാര്യമില്ല. ആരെങ്കിലും വിലവാക്കണമെന്ന് അറിയില്ല. എന്തെങ്കിലും ചെയ്യുന്നത് ആരെങ്കിലും വിലവാക്കാൻ വേണ്ടിയല്ല. ഈ സൊസൈറ്റിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇതിന് ഉദാഹരണത്തിൽ വന്നത്. എവിടെ ആളാകാൻ വേണ്ടിയല്ല. പക്ഷെ സമൂഹത്തിന് നമ്മൾ കടന്നു പോകുമ്പോൾ എന്തൊക്കെ കൊടുക്കാൻ കഴിയും? എന്താണ് നമ്മൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുക്കാൻ കഴിയുക? സഹകരണ സംഘത്തില് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അതിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ എന്ത് കൊടുക്കും എന്നല്ല പൊതുപ്രവർത്തകർ ആലോചിക്കുന്നു. പൊതുപ്രവർത്തകരുടെ രീതി മാറണം. എല്ലാ പാർട്ടിയിലുള്ള പൊതുപ്രവർത്തകരുടെ രീതി മാറണം. മനസ്സ് മാറണം. നമ്മുടെ കേരളം വളരണം എന്ന് നമുക്ക് തോന്നണം. നമ്മളെ കുട്ടികളെ എവിടെ പഠിപ്പിക്കാൻ എന്ത് മാർഗം എന്ന് നമ്മൾ ആലോചിക്കണം. എന്റെ മുമ്പിൽ ചെറിയ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ അവര് സ്വിമ്മിങ്ങിൽ ബാംഗ്ലൂരിൽ പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, നമ്മളുടെ സഹകരണ കോളേജുകളുണ്ട്. റിസൾട്ട് നേരിടുകയാണ്. ആദ്യമായിട്ട് സഹകരണ മേഖലയിൽ എന്റെ രണ്ടാമത് എണ്ണീരാകനാണ് മാതൃകയാക്കിയത്. പെരിയാർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. അതെന്താക്കിയെന്നറിയാം. രാഘവനെ പുറത്താക്കാൻ വേണ്ടി അത് വെച്ചു. അതിന്റെ സ്ഥിതി എന്താ? ഏറ്റവും മോശമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുക. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, വേദന പറഞ്ഞ. അദ്ദേഹം ചെയ്തിട്ടുള്ള കാൽവെപ്പുകൾ അല്ലാതെ എന്താണ് കണ്ണൂർ ജില്ലയിൽ സഹകരണ മേഖലയിലുള്ളത്? ദിനേശ് പിടിയെ ഞാൻ ഒഴിവാക്കിയാണ്. ബാക്കിയുള്ളത് ഏത്? സഹകരണ മേഖലയിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഹോസ്പിറ്റലിന് തുടക്കം കുറിച്ചത് നമ്മുടെ കോഴിക്കോടാണ്. രണ്ടാമത് MGR AKG ഹോസ്പിറ്റൽ. AKG ഹോസ്പിറ്റൽ എന്നായിരുന്നു അതിന്റെ പേര്. കണ്ണൂർ പ്രോപ്പർട്ടി ഹോസ്പിറ്റൽ എന്നായിരുന്നു. AKG മരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമകരണം ചെയ്തു. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആളുകൾ സഹകരിക്കും. ഒരു ദിവസം ഞാൻ ക്യാൻസർ സെന്റർ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് MGR. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് എനിക്ക് അനുവാദം തന്നത്. തുടങ്ങുമ്പോൾ മൂക്ക് കീഴ്ക്കൊണ്ടായ മുഴുവൻ ആളുകളും പറഞ്ഞത് തുടങ്ങരുത് നിന്ന് മെഡിക്കൽ കോളേജ് തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങുന്നു, ഞാൻ ചികിത്സ തുടങ്ങും. പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. പക്ഷെ വിദേശ ഈ ഭൂമിയിൽ നിന്ന് പോകും. നിങ്ങൾ ഞാനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷെ ഇന്ന് നിങ്ങൾ അഴിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ 10
ക്യാൻസർ സെന്ററുകൾ ഒന്നായിട്ട് ഇന്ത്യ ക്യാൻസർ സെന്റർ മാറി. എല്ലാ പ്രതിസന്ധികളും അതിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇന്നിപ്പം ഒരു ദിവസം വരുന്ന രോഗികൾ, പുതിയ രോഗികൾ എന്ന് പറയുന്ന 60 ആളുകളാണ്. ചുരുങ്ങിയ ഞാൻ പറയുന്നത് RCC അത് 200 മലബാർ ക്യാൻസർ നമ്മുടെ തലശ്ശേരി അത് ഒരു 100 എടുക്കുന്നുണ്ടാവും. അതുപോലെ അങ്ങനെ തുടങ്ങിയ അമല തുടങ്ങിയ ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ ബേബി മിംസ് എന്ന് തുടങ്ങിയ ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്. അവിടെ ഇതിനകത്ത് ആളുകൾ വരികയാണ്. അതിൻ്റെ കണക്ക് നിങ്ങൾ പരിശോധിക്കണം. ഭീമമായി കേരളത്തിൽ ക്യാൻസർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാത്രം പുതുതായി 60 ആളുകൾ 28 ദിവസമുള്ള കുട്ടികളടക്കം. എങ്ങനെ അവർ ഈ പൈസ താങ്ങുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഒരു ക്യാൻസർ വരുന്ന സ്ഥിതി അത് ഏറ്റവും വലിയ പൈസക്കാരനായാലും പോലും എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും, എത്ര ഇളവ് കൊടുത്താലും എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഒരു ചെറിയ സാധനത്തിന് 1 കോടി വിലപിടിപ്പുള്ള സാധനങ്ങളാണ് മനുഷ്യന്റെ ഇടയിൽ അധികം അപ്പുറമാണ്. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയത് എന്നുള്ളത് മാത്രം. അതുകൊണ്ട് രാഷ്ട്രീയം മറന്ന് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളതല്ല, ആ ഭരിക്കുന്ന ആളുകൾ ഇത് കണ്ണില കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളടക്കം ഒന്നായി രാഷ്ട്രീയത്തിനത് അതീതമായി സഹകരണ മേഖല കണ്ണില കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ പറയാം, നമ്മൾ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പാർട്ടിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് UDF LDF നഷ്ടം അപാരമായിരിക്കും. അതുകൊണ്ട് പുതിയ മേഖല വന്നുകൊണ്ടിരിക്കുക, മൾട്ടി സ്റ്റേറ്റ് മേഖലകൾ കടന്നു വന്നിരിക്കുക. ഏതായാലും ഇത്രയൊക്കെ പറയാനുള്ള കാരണം ഇവരുടെ സഹായികൾ ഇരിക്കുന്നത് കൊണ്ടാണ്, മനസ്സ് വെക്കേണ്ടത് കൊണ്ടാണ്. ഒരു സഹകരണ സ്ഥാപനം അപ്പുറത്ത് തകർന്നു വരുമ്പോൾ അതിനെ കൂട്ടിപ്പിടിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന സഹായികൾ തയ്യാറാവണം, സഹകരണ സ്ഥാപനങ്ങൾ തയ്യാറാവണം. അവിടെ രാഷ്ട്രീയം നോക്കി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവസാനത്തെ വിധി പോലും ഹൈക്കോടതി സഹകരണ സംഘങ്ങളെ മറ്റൊരു മാതൃകയിലാണ് കാണുന്നത്. വിധികളടക്കം സഹകരണ മേഖലയ്ക്കെതിരായിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്താണ്, ആ കാലഘട്ടത്തിലാണ് പുതിയ ബിൽഡിങ്ങിലേക്ക് ഏറാമല അർബൻ സൊസൈറ്റി മാറുന്നത്. അതിന്റെ ജീവനക്കാരെ പറ്റി എനിക്കറിയാം, വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണ്. അതിന്റെ ഭരണസമിതി വളരെ ആത്മാർത്ഥതയുള്ളതാണ്. ഇവര് വളരട്ടെ, ഇനി 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവര് ഈ ഏറാമലയിലെ ഏറ്റവും വലിയ സൊസൈറ്റിക്ക് മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ബിൽഡിംഗ് ഓണർ കുഞ്ഞബ്ദുള്ള ഹാജിയിൽ നിന്നാണ് നിക്ഷേപം സ്വീകരിക്കുന്നത്. താങ്ക് യു സർ. ബഹുമാനരെ, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് CMD വിജയകൃഷ്ണനോട്, വേദിയിലും സദസ്സിലുള്ള സഹകാരികളെ, പൊതുപ്രവർത്തകരും സുഹൃത്തുക്കളും, ഏറാമല അർബൻ സഹകരണ സംഘത്തിൻ്റെ നിലവിലുള്ള ഹെഡ് ഓഫീസിൻ്റെ പുതിയൊരു ഓഫീസിലേക്ക് മാറ്റുന്ന ഒരു ചടങ്ങിനാണ് നമ്മുടെ സമീപമായിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ ഇത്രയേറെ സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറാമല പഞ്ചായത്ത് വടകര താലൂക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബാങ്കിങ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഏറാമല സർവീസ് ഏറാമല അർബൻ സഹകരണ സംഘം അതിൽ 21 വർഷം പൂർത്തിയാകും.
സഹകരണ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന, സർക്കാരിന്റെ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖല കൈകാര്യം ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് മുതൽ മരണം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും ഈ മേഖലയിലൂടെ ടച്ച് ചെയ്യാതെ പോകുന്ന എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. സാധാരണക്കാരന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും. അവയെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സഹകരണ മേഖലയുടെ പ്രശസ്തിയെ ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 16,000-ഓളം സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 12,000-ഓളം സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 12,000 സംഘങ്ങളിൽ നിന്ന് ഏതാനും ചില സംഘങ്ങൾ നമ്മുടെ സഹകരണ മേഖലയെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാഹ്യശക്തികൾ ഈ മേഖലയ്ക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. നമ്മുടെ വടകര താലൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 നമ്മുടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസ് ഉണ്ടായ ആ ഘട്ടം മുതൽ 24-ലേക്ക് എത്തി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ, അതായത് സഹകരണ മേഖല മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുള്ള, വടകരയിലുണ്ടായിരുന്ന മറ്റ് മേഖലയിലുണ്ടായിരുന്നു. പക്ഷെ വടകരയെ കുറിച്ച് പറയുമ്പോൾ ഒരു സഹകരണ സ്ഥാപനം 2016 എത്രയാണോ നിക്ഷേപം ഉണ്ടായിരുന്നത്, ആ നിക്ഷേപത്തിന്റെ മടങ്ങ്, ഒരു മടങ്ങ് അല്ല 2 മടങ്ങ്, ആ രീതിയിലേക്കുള്ള വളർച്ചയുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങളെ ഈ മേഖലയെ കൈകോർത്ത് പിടിച്ചിട്ടുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റും. അപ്പോ നിങ്ങൾ നേരത്തെ ഈ നാട്ടിലെ നല്ലവരായ സഹകാരികളും ജനങ്ങളും സഹകരണ മേഖലയ്ക്ക് നൽകിയ ഈ സേവനങ്ങളും സഹായങ്ങളും തുടർന്ന് നൽകണമെന്നും ഈ മേഖല നഷ്ടപ്പെടുന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഈ മേഖലയെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിക്ഷേപം സ്വീകരിക്കൽ ചടങ്ങ് നടത്തിയതായി അയച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ലോക്കൽ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിനായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MT ഭാസ്കരൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ, സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി PK വത്സല, സ്വാഗതമായിട്ടുള്ള അബ്ദുൽ മജീദ്, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ നാമനേയം, നമുക്കൊരു കുലപതികളെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീ വിജയകൃഷ്ണൻ സാർ, റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള സംഘത്തിൻ്റെ സെക്രട്ടറി താഹിറ,
ശ്രീ ടി ഐശ്വര്യ മിസ്റ്റർ ശ്രീ ഷിജു, വേണു, കോട്ടയം രാധാകൃഷ്ണൻ, സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹകാരികളെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് 20 വർഷം മുമ്പേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പുതിയ കെട്ടിടമാണ് ഹെഡ് ഓഫീസിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ വിജയകൃഷ്ണൻ സാറിനെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2004 തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം 10 വർഷത്തിന് ശേഷം ഒരു വലിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. വീണ്ടും 10 വർഷം പിന്നിടുമ്പോൾ സ്ഥാപനത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നത് വലിയ കാര്യമായി ഞാൻ കരുതുന്നു. സഹകരണ മേഖല ഏറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈനംദിനം ഈ വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്ന, കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ വിജയകൃഷ്ണൻ സാറിനോട് സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടലായി കരുതാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്, ഒരു മേഖലയാണ് സഹകരണ മേഖല. ഇവിടെ ഐസൻട്രി സാർ സൂചിപ്പിച്ചതുപോലെ ഏറാമല പഞ്ചായത്തിൽ ഏതാണ്ട് 25ഓളം സ്ഥാപനങ്ങൾ ധനകാര്യ മേഖലയിൽ 3 നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം സഹകരണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് പുറമെയാണ് പ്രതിവാര നിക്ഷേപം സ്വീകരിക്കുന്ന 324 NXTകളും 10 SHGകളും കുടുംബശ്രീ സംവിധാനങ്ങൾ. ഈ റൂറൽ ഇൻകം അതുപോലെ തന്നെ കൊടുക്കാൻ കഴിയുന്ന വായ്പകളെല്ലാം കൊടുക്കാനും വാങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അണ്ടർ ബാങ്കിങ് സിസ്റ്റം നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ്, പഞ്ചായത്താണ് ഏറാമല എന്നുള്ളതാണ്. ഇപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥാപനം മറ്റ് മേഖലകളിലേക്ക് തിരിയുന്നു എന്നുള്ളത് ആശാസ്യമായ കാര്യമാണ്. ധനകാര്യ ഇടപാടുകൾ മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല മേഖലകളിലേക്കും ഇപ്പോൾ പല മേഖലകളും ഏറാമല മേഖല അതിൻ്റെ ഏറ്റവും നല്ല വിളിച്ചെന്ന മയൂര വിളിച്ചെന്ന വിപണിയിൽ ഇറങ്ങി വിദേശത്തേക്ക് കയറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സഹകരണ മേഖല ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയാലുള്ള ഗുണം? മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള സാധനങ്ങൾ ആളുകൾ കിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ 78ഓളം അനധികൃത വെളിച്ചെണ്ണ യാട്ട് കേന്ദ്രങ്ങളിലൂടെയാണ്. അതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷകരമായി വരുമ്പോൾ സഹകരണ മേഖലയ്ക്ക് ഇങ്ങനെ കള്ളമൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നല്ല രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കഴിയും. അതിൽ പുറമെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, ഇപ്പോ സൗജന്യനിരക്കിൽ മെഡിസിൻ കൊടുക്കാൻ കഴിയുന്നത്, വളം കൊടുക്കാൻ കഴിയുന്നത്, മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും സഹകരണ മേഖല. പക്ഷേ മറ്റ് ബാങ്കുകളോ നാഷണലൈസ്ഡ് ബാങ്കുകളോ അവിടെ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന പണത്തിന്റെ 1% പോലും ഇവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ ലോണിന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ അത് പല ന്യായങ്ങളും പറഞ്ഞ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ബാങ്കിൽ എന്നറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓർക്കുക, നോട്ട് നിരോധന കാലത്ത് എന്തായിരുന്നു സ്ഥിതി? സഹകരണ മേഖലയിലെങ്കിൽ നോട്ട് നിരോധന കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അവിടെ ധനകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ സഹകരണ മേഖലയെ തകർക്കാൻ, എന്നാൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ മറ്റൊരു ശ്രമം വേറെയും നടക്കുന്നതെന്നുള്ളതാണ് വിജയകൃഷ്ണ സാറിന്റെ ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയം കലർത്താത്ത രൂപത്തിൽ എന്താണോ സഹകരണ മേഖല കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കാൻ കഴിയുന്നത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഹകരണ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മഹത്തായ ഒരു സ്ഥാപനം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിച്ചു. 12 വർഷക്കാലം നല്ല സേവനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു, നാട്ടിലെ ജനങ്ങൾക്ക്. അതിനുശേഷം ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ലോക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു സർ. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ഏറാമല ഗ്രാമപഞ്ചായത്ത്
സംഘത്തിൻ്റെ പ്രസിഡന്റ് ടി.കെ. വത്സല ടീച്ചർ, ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ച കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളരെ ശക്തമായി നേതൃത്വം നൽകുകയും വൈവിധ്യങ്ങൾ കൊണ്ട് സഹകരണ മേഖലയെ ശ്രദ്ധേയമാക്കിയ കരുത്തനായ സഹകാരിയായിട്ടുള്ള ശ്രീ എൻ ശ്രീകൃഷ്ണൻ അവര്, ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഏരിയ ശ്രീ എം കെ ഭാസ്കരൻ, ഐസൊലേറ്റർ ടിജു, ഇവിടെ ശ്രീ കോട്ടയം രാധാകൃഷ്ണൻ, സുരേഷ് ബാബു ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക സഹകരണ മേഖലയിലെ പ്രഗതരായ വ്യക്തിത്വങ്ങൾ ചെയ്യപ്പെട്ടത്. കേവലം 20 വർഷം കൊണ്ട് കേരള പഞ്ചായത്ത് പോലെ ഉള്ള ഒരു മേഖലയിൽ പടിപടിയായി ഉയർന്നു വന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് കേരള പഞ്ചായത്ത് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്തുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 10-15ഓളം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സരിക്കാൻ വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വലിയ പ്രവർത്തനം ഇതിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ജീവനക്കാരെ ഭരണസമിതി ഏതാണ്ട് മനസ്സിലാക്കാൻ എല്ലാവരും കുട്ടയും മറുപടി. അതിൻ്റെ ഒരു പുരുഷൻ തന്നെയാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ഇവിടെ സഹകരണ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ആധികാരികമായി ഇവിടെ ഉദ്ഘാടകൻ ശ്രീ CN ഇവിടെ സൂചിപ്പിക്കുകയായി. സത്യത്തിൽ ഈ പ്രതിസന്ധി ജനങ്ങളിൽ നിന്ന് സഹകരണ പ്രസ്ഥാനം വാങ്ങുന്നതുകൊണ്ടല്ല, ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല. ജനങ്ങൾക്ക് വിശ്വാസത്തോട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി വന്നപ്പോൾ സഹകരണ മേഖലയിൽ ഏറെ പ്രവർത്തിക്കുന്നത്. പക്ഷെ സഹകരണ മേഖലയിലെ ചില കറുത്ത പാടുകൾ, അതാണ് മാതൃക അല്ലെങ്കിൽ അതാണ് സഹകരണ മേഖലയിൽ ഉള്ള പ്രചരണം വലിയ രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് പരിവർത്തനായാലും കണ്ണറയായാലും അതുപോലെ ചില സ്ഥാപനങ്ങളിൽ നടന്ന അങ്ങേയറ്റം ദൗർഭാഗ്യമായ ചില പ്രശ്നങ്ങൾ, അതിന് വലിയ രൂപത്തിലുള്ള പ്രചരണം ഈ പ്രതിസന്ധി കൊള്ളുകയാണ്. ഒരുപക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതിന്റെ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സഹകരണം എല്ലാ മേഖലയിലുണ്ടാവണം. കാരണം ജനങ്ങളും സംഘങ്ങളും തമ്മിലുള്ള സാധനത്തോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള ഒരു സാധനമുണ്ട്. ആ സഹകരണം ഇല്ലാതെ പോയി എന്നതാണ് കരിവല്ലൂർ എന്ന ഒരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായത് എന്നതിന്റെ അവിതർക്കിതമായ പ്രശ്നം. അതാരും സംബന്ധിച്ച് പോകുന്നില്ല. അതോടൊപ്പം സഹകരണം ഡിപ്പാർട്ട്മെന്റുകളും സഹകരണ സഭകളും തമ്മിലുള്ള സാധനമുണ്ട്. അതിലൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയ അതിപ്രസരവും ഒരു പ്രതിസന്ധിയായി കിടക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ 1 ലക്ഷത്തിൽ അധികം കോടി വരുന്ന കേരളത്തിലെ സഹകരണ മേഖലയുടെ ആസ്തി സംബന്ധിച്ച് കരിവല്ലൂർ ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുന്ന രൂപത്തിൽ പണ്ട് പ്രതിസന്ധികളായിരുന്നു. പ്രൊപ്പയൊക്കെ ഉണ്ടായ പ്രതിസന്ധി വലിയ രൂപത്തിൽ കേരള സംഘത്തിന്റെ കർഷകർ ഇടപെട്ടുകൊണ്ടാണ് അത് പുറത്തറിയാതായത്. പക്ഷെ കരിവല്ലൂർ എത്തിയപ്പോൾ സർക്കാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എല്ലാവരും കൈയടി പാസാക്കിയ നിയമം തിരിഞ്ഞ് നമ്മളെ കുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കാരണം നമ്മുടെ പിടുത്തം കിട്ടും. അത് കേരള ബാങ്കിന്റെ രൂപീകരണം ഞാൻ അതിന്റെ 10 കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആ പിടുത്തം വിട്ട് കഴിയുമെന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒക്കെ പിടിയിലേക്ക് നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പതിയെ കൂടി എന്നതിനാണ്. അതുകൊണ്ട് സഹകരണ രംഗത്ത് വരുന്ന പ്രതിസന്ധികളെ ഒരു ധരിക്കാൻ കഴിയാത്ത രൂപത്തിൽ സഹകരണ പ്രസ്ഥാനം പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരുതൽ. ഡിപ്പോസിറ്റർമാർ ഒന്നായി ഡിപ്പോസിറ്റ് അനുഭവം അത് പരിഹരിക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് എത്ര കോടി വേണമെങ്കിലും സഹായിക്കാൻ പറ്റുന്ന സംഘങ്ങൾ പുറത്തുണ്ട്. പക്ഷെ അവർക്ക് ഇടപെടാൻ കഴിയാത്ത രൂപത്തിലേക്ക് നിയമങ്ങൾ ഇപ്പോൾ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള 3 കൊല്ലം കഴിഞ്ഞാൽ മാറട്ടെ എന്ന് പറയുമ്പോൾ ആളുകൾ എല്ലാം വെച്ചാൽ നിൽക്കണ്ട, അസൂയല്ല പ്രശ്നം. എല്ലാം അങ്ങനെ നിൽക്കണ്ടേയില്ല.
ഇപ്പൊ ഈ 20 കൊല്ലം ജില്ലാ പ്രസിഡന്റായ പാടുകൾ 20 പക്ഷെ ഇതിന്റെ അനുഭവങ്ങളും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ഈ നിയമം പ്രാപിച്ചെന്ന ചില സ്ഥലങ്ങളിൽ ഭരണസമിതി വളരെ മാറിപ്പോ സോവിയറ്റ് യൂണിയനെ സാധനം ഒരു ടീം വളരെ പോവുകയാണ്. ഇവിടെ ജനാധിപത്യത്തിൽ മത്സരിക്കാൻ അധികാരം സുപ്രീം കോടതി പോയി വളരെ ശരിയായ നിയമമാണ്. ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. എന്തുകൊണ്ട് നിയമസഭകളിൽ പലരുടെയും പ്രശ്നമില്ല, പഞ്ചായത്ത് സമിതി പ്രശ്നമില്ല. അപ്പൊ ഈ നിയമനിർമ്മാണം നടത്തുന്ന ആളുകൾക്ക് ഇതെന്താ മനസ്സിലാക്കാനായിട്ട് എന്താ ഇവിടെയാണ് കുഴപ്പം. ഞാൻ മനസ്സിലാക്കുന്ന നേരത്തെയുള്ള കാര്യങ്ങളിൽ ഭരണസമിതി വൃത്തിയാക്കാൻ ഉദ്യോഗസ്ഥ അധികാരം കൊടുക്കുകയാണ്. ഭരണസമിതി വിളിക്കുകയാണ്. അപ്പൊ ഭരണസമിതിയുടെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിടിപ്പുകേടും ബോധപൂർവമായ ബോധപൂർവമായ അറിവില്ല. ഇത് രണ്ടുമാണ് കേരളത്തിലെ മുമ്പ് പാകത്തിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞെങ്കിൽ അമ്പത്തിപ്പോകുന്ന രൂപത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്ന കഴിയും. അപ്പൊ ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകണം? ഇപ്പൊ പുതിയ വിരുദ്ധത ഇപ്പം 10 ലക്ഷം രൂപ ലോൺ കൊടുത്തത് ഇന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം കൂട്ടി വരണം. ഞാൻ കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവിലേക്ക് വന്ന ലക്ഷമോ രൂപ ഏറാനും ശ്രമിക്കാനുള്ളത് സംരംഭങ്ങളെ സംബന്ധിച്ച് ഇപ്പോ സിറ്റി കോപ്പറേറ്റീവിലേക്ക് ഒരുപാട് സംരംഭങ്ങൾ അങ്ങനെ വൈവിധ്യമായ മേഖലകളിലേക്ക് പോകുമ്പോൾ അതിനും ഈ നിയമത്തിൽ പ്രശ്നമാണ്. പുതിയ സംരംഭങ്ങൾ സാധനം തുടങ്ങുന്നില്ല എന്ന ധാരണയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ്. ആരൊക്കെ കൈയടിക്കുന്നത് കൈയടിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രതിസന്ധി രൂപപ്പെട്ട് എടുക്കുകയാണ്. ആർക്കാണ് എടുക്കണം? രാഷ്ട്രീയമായി ഭരിക്കുന്ന പാർട്ടിക്കോ പ്രതിപക്ഷത്തിനോ അപ്പൊ സ്വയം മുങ്ങിപ്പോകുന്ന കപ്പൽ പോലെ കേരളത്തിലെ സഹനസംഘത്തെ മാറ്റാൻ അറിഞ്ഞോ അറിയാതെയോ ഒട്ടുന്ന എല്ലാവരും പുരോഗമിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പോകും. ഞാൻ നിർമ്മിക്കുന്നില്ല. ഇവിടെ ഈ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇതുപോലൊരു ചെറിയ സൊസൈറ്റി മത്സരിച്ച് അതിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്താൻ എല്ലാ രംഗത്തും പ്രവർത്തിച്ച അതിന്റെ ജീവനക്കാരെയും ഭരണസമിതിയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ കമ്പ്യൂട്ടർ ഓഫീസോട് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അർത്ഥം. Thank you, sir. വടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ സാറിനെ വനിതകൾക്കുള്ള 2-വീലർ വായ്പാ വിതരണ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. അധ്യക്ഷ, ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി വത്സല ടീച്ചർ, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ച ഒരുപക്ഷെ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത ഈ കേരളത്തിലെ സംഘടന മേഖലകൾക്ക് പുതിയ മാനം നൽകി ഈ മേഖലകൾക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ബഹുമാന്യനായ CN വിജയകൃഷ്ണൻ, ഈ വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹകാരികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ അർബൻ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ആരംഭ കാലത്തിലെ ഒരു ഡയറക്ടർ എന്നുള്ള നേട്ടം 21 വർഷങ്ങൾക്ക് അപ്പുറം ഈ വയനാട്ടേരി പ്രദേശത്ത് ആളുകളുടെ വിശ്വാസം ഏറ്റെടുക്കാൻ സാധിച്ച, നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷം എന്നാണ് പറയാനുള്ളത്. ഈ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് വളരെ സവിസ്തരമായി തന്നെ നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചിരിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധിയും പുതിയ വിജയവും ഒക്കെ തന്നെ എങ്ങനെയാണ് ഈ സഹകരണ സ്ഥാപനങ്ങളെ ബാധിക്കാൻ പോകുന്നത്
വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കാനെടുക്കുന്ന പ്രയാസം, ആ സഹകരണ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന പാടുമൊക്കെ തന്നെ ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നിലനിർത്താനാവുന്നത് ആളുകളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത്. ആളുകളുടെ വിശ്വാസത നേടിയെടുക്കുമ്പോഴാണ് നമുക്കൊരു സഹകരണ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആളുകളുടെ കാശ് ആ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ ആൾ തയ്യാറാകുന്നത് ഞങ്ങളുടെ പണം ഒരു വിധത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ചില ധനകാര്യ സ്ഥാപനങ്ങളുണ്ടായ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടായ ഭയം ചെറുതല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിച്ചാൽ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഭയാശങ്ക സ്വാഭാവികമായും കേരളത്തിലെ വലിയ ഒരു ജനസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും. പക്ഷെ എന്നാലും കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ സാധാരണക്കാരുടെ ഇടയിൽ ഇന്ന് ഈ സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള അവരുടെ ആ വില ഒരു ചെറുതല്ല, വലുതായി ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ തോതിൽ പന്തലിച്ചു നിൽക്കുന്ന മഹത്തായ സ്ഥാപനങ്ങളാണ് ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ. ഒരുപക്ഷെ ഈ സഹകരണ സ്ഥാപനങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നത് വായ്പകളാണ്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ തന്നെ ഈ സഹകരണ സംഘടനകളുടെ പ്രസിഡന്റൊക്കെ ആയി നോക്കുമ്പോൾ നമ്മളുടെ വരുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ലോണിന് വേണ്ടി വരുമ്പോൾ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല, അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. പക്ഷെ അവർ നമ്മളെ സമീപിക്കുന്ന ആ സമീപനമല്ല ലോണ് കിട്ടി കുറച്ച് കഴിഞ്ഞാലുണ്ടാവും. തിരിച്ചടവ് ഇല്ലാതെ വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ സമീപനങ്ങളിൽ വ്യത്യാസം വരും. സ്വാഭാവികമായും നല്ല ബന്ധങ്ങൾ പോലും ലോണ് കൊടുത്താൽ അത് നല്ല ബന്ധങ്ങൾക്ക് വിപരീത ഫലമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തിപരമായി ബാധിച്ച ഒരു വിഷയം. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സഹകരണ സ്ഥാപനം നേരിടുന്ന വെല്ലുവിളി എന്ത് എന്ന് അവർക്ക് അറിയാനില്ല. പക്ഷെ എങ്കിലും അങ്ങനെയുള്ള ഇടപാടുകൾ ഇന്ന് ഈ പൊതുസമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു ചെറിയ അല്ല, ഒരു വലിയ ഒരു വിഷയം തന്നെയായി സഹകരണ മേഖല മാറുകയാണ്. അതുമാത്രമല്ല സഹകരണ മേഖലയിലെ ഈ തിരിച്ചടവ് അത് തിരിച്ച് നിയമപരമായി പോകുമ്പോഴുണ്ടാവുന്ന ഒരുപാട് സങ്കീർണതകൾ, ഇത് തിരിച്ചടവ് വസൂലാക്കാൻ വേണ്ടി വരുന്ന കാലതാമസവും ഇതിന്റെ രേഖയും. അപ്പൊ ഈ മേഖലകളിലെല്ലാം തന്നെ ഒരു ദിശാബോധത്തോടു കൂടി പുതിയ ഒരു നിയമ സംവിധാനങ്ങളൊക്കെ ഇതിൽ അനിവാര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ വേണു പറഞ്ഞതുപോലെ ഈ സഹകരണ മേഖല ഉദ്യോഗസ്ഥന്മാർ സഹകരണ സ്ഥാപനത്തിന് അനുകൂലമായി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ട് നിലപാടുകളും എടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സഹകരണ സേവന മേഖല മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ഈ മേഖല എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായി നമുക്ക് നിറവേറ്റാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ അവസരത്തിൽ 21 വർഷം പൂർത്തിയാക്കിയ വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് മുന്നോട്ട് പോകുന്ന ഈ സഹകരണ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കൃത്യമായ വായ്പ തിരിച്ചടക്കുന്ന അംഗങ്ങളെ ആദരിക്കുന്നതിനായി യൂണിറ്റ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു KTK സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് ലോണേഴ്സ് അവാർഡിന് അർഹരായവർ ആദ്യമായി നവിഷ, അജീഷ് പറമ്പത്ത്, ഷീജ കാച്ചനാഗുനി. ഇപ്പോൾ നടക്കുന്നത് ലോണുകൾ കൃത്യമായ അടച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഷീജ കാച്ചനാഗുനി, ഷരീഫ മല്ലറെഡ്ഡി, മനോജ്, അഖില, ജിഷ രാജേഷ്,
ശോഭ തീയപ്പാടി. ജീന കെ എം പറമ്പത്ത്. നസീമ കുച്ചിക്കണ്ടി. ശാരദ നെലോത്ത്. താങ്ക് യു സർ. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സുരേഷ് ബാബു KTK സാറിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ബഹുമാന്യനും അതിലേറെ പ്രിയങ്കരനുമായ ശ്രീ വിജയകൃഷ്ണൻ സാർ, അധ്യക്ഷ ശ്രീമതി മത്സര ടീച്ചർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യനെ പ്രിയപ്പെട്ടവരെ, ഈ വൈകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദികളിലും മുഴങ്ങിക്കേൾക്കുന്ന പേടിപ്പിക്കുന്ന ഒരു വാക്കാണ് സഹകരണ മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ നേരിടുകയാണ് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ അല്ല, മറിച്ച് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സഹകരണം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം എന്നാണ്. എന്നാൽ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അങ്ങനെ എല്ലാ ആളുകൾക്കും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനോ ഒന്നിച്ച് വേദി പങ്കിടുവാനോ ഒന്നിച്ച് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരാളുകൾക്ക് മറ്റാളുകൾക്ക് ഒട്ടുകൂടാത്ത സാഹചര്യമാണ്. അരികിൽ നിൽക്കാൻ പോയി പറ്റാത്ത സാഹചര്യമാണ് അന്ന് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ മുറിച്ചു കിടക്കാൻ പറ്റാത്ത പ്രയാസത്തെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനം മുറിച്ചു കടന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഒറ്റയും തെറ്റയുമായി സഹകരണ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധിയെയും മുറിച്ചു കടക്കാനും പരിഹരിക്കാനും അതിന് സഹകരണ പ്രസ്ഥാനത്തിന് പൂർവാധികം ശക്തിയോടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് അതിൻ്റെതായ വ്യക്തിമുദ്രയും അടയാളവും രേഖപ്പെടുത്തുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ പോലെ തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പിറന്നു വീഴുമ്പോൾ അതിന്റെ ശൈശവ കാലഘട്ടം ആരംഭിക്കുന്നു, പിന്നീട് അത് യുവത്വത്തിലേക്ക് കിടക്കുന്നു, വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു, അവസാനം ഒരു മനുഷ്യൻ മരണത്തിലേക്ക് കിടക്കുന്നു. അതുപോലെ തന്നെയാണ് സമൂഹത്തിലും ബിസിനസിനെ സംബന്ധിച്ചൊരു തിയറിയുണ്ട്. ഏതൊരു ബിസിനസ്സിനും അതിന്റെ ശൈശവ കാലഘട്ടമുണ്ട്, അതിന്റെ യുവത്വമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്. അപ്പൊ നമുക്ക് ബേജാറാവും, എല്ലാ സഹസംഘവും മരിച്ചു പോകുന്നത്. ഇവിടെയാണ് ബിസിനസിന്റെ തത്വത്തിന്റെ മറ്റൊരു വശവും കൂടി ഉണ്ടാകുന്നത് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം ശൈശവത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് കടക്കുമ്പോഴും യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ നിന്ന് മരണത്തിലേക്ക് പോകുമ്പോഴും ഒരു ബിസിനസ് സ്ഥാപനം വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരു സഹകരണ സ്ഥാപനം ഇന്നലെ പ്രവർത്തിച്ച അതേ രീതിയിൽ ഇന്നും നാളെയും അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് കരുതിയാൽ ആ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും അതിന് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കാലഘട്ടത്തിലും കാലഘട്ടം അനിവാര്യമാക്കുന്ന, ആവശ്യപ്പെടുന്ന, കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ സഹകരണ സ്ഥാപനം സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാൻ തയ്യാറായാൽ അതിന് നല്ല ശോഭനമായ ഭാവി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് അനിവാര്യമാണ് ആളുകളുടെ മാറ്റവും. എല്ലാ ആളുകളും ഒരേ കാലത്ത് പോകുക എന്ന് പറയുന്നത് സഹകരണ സംഘത്തിൽ ചേർന്നതല്ല.
വിജയകൃഷ്ണൻ സാറ് ഒരു വിമർശനം ഈ നിയമത്തെ കുറിച്ച് ഉന്നയിച്ചു. ശരിയാണ്, ആ വിമർശനത്തെ നമ്മൾ അതിന്റെ കാതലും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് പറയുമ്പോൾ നമുക്കറിയാം, റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം 8 വർഷത്തിലൊരിക്കൽ ഭരണസമിതി അംഗം മാറേണ്ടതായിട്ടുണ്ട്, അതിന്റെ ബോർഡ് മാറേണ്ടതായിട്ടുണ്ട്. 8 വർഷത്തിനപ്പുറത്തേക്ക് ഒരാൾക്കും അതിന്റെ സാന്നിധ്യത്തിലേക്ക് ഇരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെയും സഹകരണ മേഖലയിലും ക്രെഡിറ്റിന് മാത്രമാണ്, അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയും എന്ന പ്രധാന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിൽ മാത്രമാണ് 3 ടേം എന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. മറ്റെല്ലാ സഹകരണ സംഘങ്ങൾക്കും നിലവിലുള്ള അവസ്ഥ തുടരാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ ഭാവിയിലാണ് ഇതിന്റെ ഗുണങ്ങളും നല്ല വശങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തേണ്ടത്. അതിന് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ഭരണാധികാരികളാണ് ആര് തന്നെയായാലും മാറ്റുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു സാധ്യത വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറ്റുന്നുണ്ടല്ലോ. സഹകരണ നിയമം, കേരളത്തിലെ സഹകരണ നിയമം 23 പ്രാവശ്യം മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാറ്റാൻ പറ്റാത്തതൊന്നുമല്ല. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3 ടേം എന്ന് പറയുമ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ട്. അത് അനിവാര്യമായ സാഹചര്യത്തിന് അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അത് പ്രതികൂലമാണെന്ന് കണ്ടാൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ വിജയകൃഷ്ണൻ സാറിന്റെ ഒക്കെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ തന്നെ ഇതിനും ഉപകരിക്കും, വിമർശനങ്ങളൊക്കെ തന്നെ ഇതിന് ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ശൈശവഘട്ടത്തിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനും ശൈശവത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ ആധുനികവൽക്കരിച്ച നവീനവൽക്കരിച്ച ഒരു ഓഫീസ് നിർമ്മിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ധാരാമല പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, സഹകരണത്തിന്റെ ഭൂമിയിലേക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വവും അടയാളപ്പെടുത്തുന്നതും രേഖപ്പെടുത്തുവാൻ ഈ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ ഈ സംഘം ഈ നാടിന്റെ ആവശ്യങ്ങൾക്കെല്ലാം നിറവേറ്റാൻ പര്യാപ്തമാകുന്ന രീതിയിൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സർ. SSLC +2 ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. SSLC വിജയികളെ ആദരിക്കുന്നതിനായി OK കുഞ്ഞബ്ദുള്ള സാറിനെ ക്ഷണിക്കുന്നു. ഫാത്തിമത്തുൽ നിഹാല, ഡോട്ടർ ഓഫ് റസിയ. ഫാത്തിമത്തുൽ നിഹാല. നീരജ് ജെ, son of മിനി. നീരജ് ജെ. കാശ്മീര SR, daughter of രജീഷ്. കാശ്മീര SR. സൽമയ BK, daughter of സന്തോഷ്. സൽമയ BK. അമൽദേവ്, son of നവീന. അമൽദേവ്. അനുനന്ദ PK, daughter of ലീല. അനുനന്ദ PK. അർച്ചന SR, daughter of സുധീഷ്. അർച്ചന SR.
വൈഗ, ഡോക്ടർ ഓഫ് രജിത ബി. വൈഗ. തന്മയ് ആർ, ഡോക്ടർ ഓഫ് രേഷ്ണ. തന്മയ് ആർ. അനുഷ്ക ഇ, ഡോക്ടർ ഓഫ് ദാസൻ. അനുഷ്ക ഇ. താങ്ക് യു സർ. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഓക്കെ കുഞ്ഞബ്ദുള്ള സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ ബാങ്കിൻ്റെ ചെയർപേഴ്സൺ ടീച്ചർ, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റേജിലും സദസ്സിനും വിളിച്ചതായ പ്രമുഖ വ്യക്തികളെ, നല്ലവരായ ആൾക്കാർ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട 20 വർഷക്കാലത്തോളം വക്കാടി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ജനമനസ്സുകൾ നിലനിൽക്കുകയും ഒട്ടനവധി നന്മ നിറഞ്ഞ മറ്റു മേഖലകളിൽ വ്യതിരിക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് സൊസൈറ്റി. വളരെ നല്ല നിലയിൽ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഇതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 20 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം എൻ്റെ ഏറ്റവും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വരും നാളുകളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ വ്യാപിക്കാനും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാം ടൗണിൽ മുഖച്ഛായ വാഴ്ചകളുടെ പ്രവർത്തനത്തിന് രൂപം കൊടുക്കാനും ഈ മഹത്തായ സ്ഥാപനത്തിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, അതിനെ ആശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ സഹകരണ മേഖല എന്തോ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്നൊക്കെ പറയും. ഏതെല്ലാം പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴൊക്കെ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്ഥാപനത്തിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പിന്തുണയുമുണ്ട്. ആ പിന്തുണയും സഹായവും സഹകരണവും വെറും നാളുകളിലും ഉണ്ടായിക്കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തെ സാധാരണക്കാരുടെ ഒരാശയ കേന്ദ്രമായി അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ മറ്റിടപാടുകൾക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിൽ വളർച്ചയിലേക്ക് ഈ സ്ഥാപനം ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്കറിയാം, ഇത് ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മകളുദാഹരണമാണ്. നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസമാക്കിയ SSLC ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ പരീക്ഷയിൽ ഫുൾ A+ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എന്തെന്നില്ലാത്ത ആഹ്ലാദവും അനുമോദവും ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും കൂടി വളരെ പ്രാധാന്യം നൽകുന്ന ഈ ബാങ്കിന്റെ ഭരണസമിതിയെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം അതോടൊപ്പം തന്നെ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കൊണ്ട് അവരുടെ ഭാവിയുടെ വളർച്ചയ്ക്ക് ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. +2 ഉന്നത വിജയികളെ ആദരിക്കുന്നതിനായി 2 വാക്കുകൾ സംസാരിക്കുന്നതിനുമായി N. ബാലകൃഷ്ണൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഋതുവർണ TTK, ഡോക്ടർ ഓഫ് പവിത്രൻ. ഋതുവർണ TTK. ദേവനന്ദ, ഡോക്ടർ ഓഫ് റീന TT. ദേവനന്ദ.
ഗുരുവായൂരിൻ്റെ അധ്യക്ഷ ശ്രീമതി മത്സരം ടീച്ചർ, അതുപോലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സഹകരണ മേഖലയുടെ നൂതനാശയത്തിൻ്റെ പ്രയോക്താവായിട്ടുള്ള CN ഉദ്ദേശം, വേദിയിൽ വരും മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹായികളെ, സുഹൃത്തുക്കൾ, കൂട്ടത്തെ അർബൻ സഹകരണ സംഘം പുതിയ രൂപഭാവം ഉപയോഗിച്ച് പുതിയ മേഖലകളിലേക്ക് അത് കിടക്കണം. അതിൻ്റെ നേതൃത്വം കൊണ്ടുവരിക്കുന്ന ഭരണസമിതിയായിട്ടുള്ളൂ അതിൻ്റെ ജീവനക്കാരെ തന്നെയാണ് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്ത് അതുണ്ടാക്കിയുള്ള വളർച്ച കേസാണ്. ഒരു ജീവനക്കാരന് ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് ഈ സൊസൈറ്റി. ഞാൻ അതിൻ്റെ ജീവനക്കാരനായ ശശിയെ എടുത്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരൊക്കെ കൂട്ടായി കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ പരിശോധിക്കുകയും ഇടപെടുകയും ഒരു സ്ഥാപനത്തെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം ഒരു മഹത്തായ സ്ഥാപനമാക്കി മാറ്റാൻ കഴിയും എന്നൊരു ഉദാഹരണം. ഇത് ശാഖ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി പ്രവർത്തിക്കുന്ന സമൂഹം പ്രവർത്തിക്കൊണ്ടാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. കോട്ടാക്കുകയാണെങ്കിൽ ദേശസാൽക്കൃത ബാങ്കുകൾ, SBIന്റെ ശാഖത്ത്, കാനറ ബാങ്കിന്റെ ശാഖത്ത്, കാനറ ബാങ്കിന്റെ 2 ശാഖ, അതുപോലെ ഏറാവൂർ സർവീസ് സഹകരണ ബാങ്ക്, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്, പുറമേ ബാങ്കിന്റെ ശാഖ പ്രവർത്തിക്കുന്നത്, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വേറെയും പല സഹകരണ സംഘങ്ങളും എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ മെച്ചപ്പെട്ടതുപോലാണ് ഓർഗനൈസ് പ്രവർത്തിക്കുന്നത്. എല്ലാ സൊസൈറ്റികളും എല്ലാ സഹകരണ സംഘങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട രൂപത്തിലാണ്. ഇനി പുതിയ ചില സ്ഥാപനങ്ങൾ നാഷണൽ ബാങ്ക് തന്നെ ഇവിടെ വരാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ പരസ്പരം സഹകരിച്ചും എന്നാൽ അതിൻ്റെതായ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് സേവനം നൽകുന്നത് മെച്ചപ്പെട്ട പ്രവർത്തനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കണം. അപ്പോൾ ഇതിന്റെ ഈ സ്ഥാപനത്തിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്കാണ് മെച്ചപ്പെട്ട വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇവിടുത്തെ പ്രോത്സാഹന സമ്മാനമൊക്കെ നൽകിയിട്ടുള്ളത്. അവരുടെ ഭാവിയിലും അവരുടെ പഠനത്തിലും ജീവിതത്തിലും അവർക്കൊക്കെ മെച്ചപ്പെട്ടത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കണം. പിന്നെ ഈ സഹകരണ മേഖലയിൽ 1 2 അല്ലെങ്കിൽ കൈകളിലുണ്ടാവുന്ന ചില പ്രതിസന്ധികൾ പ്രസംഗത്തിൽ ശ്രദ്ധ വളരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സാമാന്യവൽക്കരിക്കണം. അത്തരം പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത സഹകരണ വകുപ്പും ഗവൺമെന്റും അതുപോലെ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ അതീതമായ ജനങ്ങളും കാണിക്കണം. അത്തരം അനാരോഗ്യകരമായ പ്രവർത്തനങ്ങളെ ഈ മേഖലയിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ സഹകരണ മേഖലയുടെ വളർച്ചയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ ആശംസ നടത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഭാവിയിൽ നല്ല ഭാവി വാഗ്ദാനം ഭാവിയിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു സർ. ഏറാവൂർ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി പുതിയ കെട്ടിടം മനോഹരമായി പണികഴിച്ച എഞ്ചിനീയർ ശ്രീ അരുൺ KK D4 ഇന്റീരിയേഴ്സ് നാദാപുരം റോഡ് അവർകളെ ശ്രീ CN വിജയകൃഷ്ണൻ സർ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നതിനായി ശ്രീ CN വിജയകൃഷ്ണൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അരുൺ KKയെയും ക്ഷണിക്കുന്നു. സഹകരണ ഫെഡറേഷൻ പ്രസിഡന്റ് KC ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ ബാങ്കിന്റെ അധ്യക്ഷ, ഈ ബാങ്കിന്റെ പ്രസിഡന്റ് മത്സരം ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സഹകരണ പ്രസ്ഥാനത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ CN വിജയകൃഷ്ണൻ, ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള സഹകാരികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ, വടകര അശ്വനിഷ്ഠ, അതുപോലെ തന്നെ യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു, മറ്റ് പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ സഹകരണ മേഖല അതിശക്തമായി മുന്നേറണം എന്ന ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. സഹകരണ മേഖല ദൈനംദിനം മുന്നേറിയാൽ മാത്രമേ
സാധാരണ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറച്ചു കാലമായി അതിന് വിലങ്ങ് റെഡിയായി ചില സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നോട്ട് നിരോധനം മാത്രമല്ല, പുതുതായി വന്ന സഹകരണ നിയമം പോലും അറിവുള്ളവർ, നേരത്തെ ചെയർമാൻ പറഞ്ഞു, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട CN ജയകൃഷ്ണൻ പറഞ്ഞു, UDF LDF ഒരുപോലെ കൈയടിച്ച് പാസ്സാക്കിയ ഒരു നിയമം. ആ നിയമം യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്നതാണ്. നല്ല നിലയിൽ ഞാൻ ഏതാണ്ട് 53 വർഷമായി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത്രയും ഭീകരമായ അല്ലെങ്കിൽ ഇത്രയും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, അത് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, സഹകരണ സ്ഥാപനങ്ങളുടെ, ചെറിയ സ്ഥാപനങ്ങളുടെ നടത്തല് അതിൻ്റെ രക്ഷാധികാരി ജില്ലാ ബാങ്കുകളാണ്. ഇന്ന് കേരളത്തിൽ ജില്ലാ ബാങ്കുകളില്ല. ഞാൻ കാവുരുപാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരിക്കുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ചെക്ക് വന്നാൽ പണം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നാൽ ഉടനെ നമ്മൾ സെക്രട്ടറി പ്രസിഡന്റ് കൂടി ഒരു പ്രോമിസറി നോട്ടിൽ ഒപ്പിട്ട് കൊടുത്താൽ ജില്ലാ ബാങ്ക് 10, 50, 40 ലക്ഷം രൂപ നമുക്ക് തരും. ജില്ലാ ബാങ്ക് എന്ന് പറയുന്നതാണ് രക്ഷാധികാരി. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബാങ്ക് വേറെ വന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിലനിർത്തി പുതിയ ഒരു കേരള ബാങ്ക് വരുന്നത് നമ്മളിതില്ല. പക്ഷേ ഈ ജില്ലാ ബാങ്ക് ഇല്ലാതായതോടുകൂടി കേരളത്തിൽ ചെറിയ ചെറിയ സഹകരണ സംഘങ്ങൾക്ക് രക്ഷാധികാരി ഇല്ലാതായിരിക്കും, രക്ഷകർത്താവില്ലാത്തൊരവസ്ഥ വന്നു. ഈ സ്ഥിതികളാകെ മാറണം. പഴയ രൂപത്തിലേക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അവർക്ക് രക്ഷകർത്താവുണ്ടാവുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാ മേഖലയിലും ബന്ധപ്പെടുന്ന, ആർക്കും ആരെയും പേടിക്കാതെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ ബഹുമാനം ഞാൻ ഉദ്ഘാടനം പറഞ്ഞു, നമുക്ക് കരുവന്നൂർ ബാങ്ക് പ്രശ്നം തന്നെ ചെറിയ അറിയാതെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അവിടെ 10 100 കോടി രൂപ തൽക്കാലം ആവശ്യമാണെങ്കിൽ പല സംഘടനകളും അത് തയ്യാറായി മുമ്പോട്ട് വന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കാലിക്കറ്റ് സിറ്റി സർവീസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു 10 കോടി രൂപ വീതം എടുത്ത് അവിടെ ചെക്കുമായി വരുന്നവരെ തിരിച്ചയക്കാതെ തൽക്കാലം അവരെ സഹായിച്ചുകൊണ്ട് പിരിഞ്ഞു കിട്ടാനുള്ളതും അതുപോലെ തട്ടിപ്പരി ശരിയായിട്ടുള്ളതെല്ലാം തിരിച്ചു പിടിക്കുന്നവരെ അത് അത് പേര് ദോഷമില്ലാതെ ഈ സഹകരണ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ബന്ധപ്പെട്ടവർ ക്ഷമിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിലാകെ സഹകരണ മേഖല എന്ന് പറയുന്നത് പണമുള്ളവര് അങ്ങോട്ട് പോകേണ്ടിയോ എന്നുള്ള ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ട്. ഈ സ്ഥിതി ആകെ മാറ്റിയെടുക്കണം. ഒരു പുതിയ സഹകരണ ബോധം ജനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരണം. നമുക്ക് നന്നായി മുന്നേറണം. ഈ ഏറാമല അർബൻ സൊസൈറ്റി വളർന്നതുപോലെ നാട്ടിലെ എല്ലാ ചെറിയ സഹകരണ സംഘങ്ങളും വളർത്തിക്കൊണ്ടുവരണം. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് എൻ്റെ നാട്ടിലെ കൃഷിക്കാർ ചോദിക്കുന്നത്. കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്നതോടുകൂടി നെൽകൃഷി ആകെ പോയി, കശുവണ്ടി കൃഷി പോയി, അതുപോലെ കഴുക് കൃഷി പോയി, നേന്ത്രവാഴ കൃഷി പോയി, കുരുമുളക് കൃഷി പോയി, മലയാളമല്ല എല്ലാ കൃഷിയും പോയി. ഇനി എന്തിന് കൃഷി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രൂപത്തിൽ പോകാൻ ഒരു സ്ഥിതി ഉണ്ടാവരുത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചോർന്നുപോയ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലത തിരിച്ചുപിടിക്കാൻ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതായി NM ബിജു സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആദരണീയായ അധ്യക്ഷ, ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സഹകരണ മേഖലയിലെ എൻസൈക്ലോപീഡിയ വിശേഷിക്കാവുന്ന ശ്രീ VN വിജയകൃഷ്ണൻ സർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഗതിപ്പിച്ചൊന്നും പറയുന്നില്ല. ഇതൊരു വിഷയം വേദിയിലിരിക്കുന്നത് ആർക്കും തന്നെ ഒരുപക്ഷെ ഇവിടെ സംസാരിച്ച കാര്യം എന്നത് മനസ്സിലായിട്ടില്ല. വേദിയിലിരിക്കുന്നവർക്ക് ഈ മൈക്കിലൊരു മൂളിച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാലും 20 വർഷം മുമ്പ് ഈ ഓർക്കാടിലെ ടൗണിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു സഹകരണ പ്രസ്ഥാനം അതിൻ്റെ വ്യത്യസ്തമായ പടവുകൾ താണ്ടി ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ വെല്ലുന്ന തരത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥാപനം വിജയത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ആ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എല്ലാം വലിയ പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ്.
ഇനിയും ഒരുപാട് ഈ സഹകരണ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വൈകിയ വേളയിൽ മറ്റൊന്നും പറയാതെ ചുരുക്കം ഭാഗങ്ങൾ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തും. ടി കെ വാസു മാസ്റ്ററെ ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷ മത്സര ടീച്ചർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ വിജയകൃഷ്ണൻ സാർ, ഓക്കാട്രി അർബൻ ലൈൻ സൊസൈറ്റികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ ഞാനിവിടെ കാണുന്നുണ്ട്. സാധാരണ ഓക്കാട്ടിൽ പല ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകൻ അദ്ദേഹം ഉദ്ഘാടിച്ച് അയാളും ഇവിടെ വിജയകൃഷ്ണൻ സാറ് ഈ പരിപാടിയുടെ അവസാനത്തിൽ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വലിയ മാതൃക തന്നെയാണ്. അദ്ദേഹം ക്യാൻസർ സെൻ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി അധികാരി എന്ന നമ്മളെല്ലാവരും തന്നെ അവരെ ബഹുമാനിക്കുക. ഏതായാലും ഇവിടെ പറഞ്ഞ സഹകരണ സംഘം ഈ അർബൻ സൊസൈറ്റി 2000 ആരംഭിച്ചെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ സ്ഥാപനം വളർന്നിട്ടുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ജീവനക്കാർ അവരുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഇവിടെ പുതിയ കെട്ടിടം ആരംഭിക്കാൻ സാധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞവരൊക്കെ തന്നെ പറഞ്ഞു, സഹകരണ സംഘം പ്രതിസന്ധിയിലാണ്, അത് വിഷമമാണ് എന്നൊക്കെ ഇവിടെ പറയാൻ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിൽ കരുവന്നൂർ ബാങ്ക്, അതേപോലെ തിരുവനന്തപുരത്ത് ബാങ്ക്, വയനാട്ടിലെ ബാങ്ക്, ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിക്ഷേപകരും വായ്പക്കാരൊക്കെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കാരണം, അതിന് പ്രതിസന്ധിയിലാകാനുള്ള കാരണം ഭരണകക്ഷികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും തന്നെയല്ല. അതാത് സ്ഥാപനത്തിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുടെയും ആത്മാർത്ഥതകളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും കൊണ്ട് മാത്രമാണ് അതാത് സ്ഥാപനങ്ങൾ തകർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ തകരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ, സഹകരണ ബാങ്കുകളിൽ, സൊസൈറ്റികളിൽ ഒരുപാട് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നു. കേരളത്തിലെ ഒരു തൊഴിൽ മേഖല തന്നെ ഈ സഹകരണ മേഖലയിലാണ്. നമുക്കറിയാം, ഇന്ന് പഠിച്ച് വളർന്നു വരുന്ന കുട്ടികളൊക്കെ തന്നെ കേരളത്തിന് പുറത്ത് IT മേഖലയിൽ മറ്റു മേഖലകളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തൊഴിൽ സാധ്യത കേരളത്തിൽ വളരെ കുറവാണ്. അപ്പൊ അതിനൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. അതേപോലെ സാധാരണക്കാർക്ക് എപ്പോഴും ഏത് സമയവും അഭയം പ്രാപിക്കാൻ ഒരു സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് സഹകരണ മേഖല. അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഒക്കെ ഈ സ്ഥാപനത്തിൽ ഒരു വിശ്വാസം നൽകണം. ജനങ്ങളിൽ നിന്നും വിശ്വാസം നേടാൻ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പൊ സഹകരണ സംഘങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണെങ്കിലും ഈ അടുത്ത കാലത്തായി ഇതൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പും ആ സഹകരണ മന്ത്രിയും ഉള്ളൂ എന്ന് നമ്മൾ അറിയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സഹകരണ സംഘങ്ങൾ നശിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി നിർത്താനോ പാടില്ല. കാരണം ഇതുപോലെയുള്ള സഹകരണ സംഘങ്ങൾ സാധാരണക്കാർക്ക് ഒരുപാട് സഹായം ലഭിക്കുന്നുണ്ട് എന്നതാണ് നമുക്കറിയാം. ഈ ഓർക്കാട്ടിലുള്ള ഇതിന്റെ പേര് തന്നെ സൊസൈറ്റി എന്നാണ്. പല ആളുകളും സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ അതൊരു ചെറിയ സ്ഥാപനം എന്ന് കരുതി പോകുന്ന ചില ആളുകളുണ്ട്. മറ്റൊരു ഏറാമത് ബാങ്ക്, പുറമേജ് ബാങ്ക്, ഇതെന്തുകൊണ്ട് സൊസൈറ്റി എന്നുള്ളതാണ്. റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സഹകരണ സംഘങ്ങൾ അത് സൊസൈറ്റി എന്ന പേരാണ്. നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചത് അത് സൊസൈറ്റി എന്ന പേരിനെ അറിയപ്പെടാൻ പാടുള്ളൂ, സൊസൈറ്റി എന്ന പേരിനെ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഈ അർബൻ സൊസൈറ്റി എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും ഈ സ്ഥാപനം ഓർക്കാട്ടിൽ നന്നായി നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന് പറയും. ഇതിനു വേണ്ടി എല്ലാ നാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മ ആശംസ അറിയിക്കുന്നതിനായി MK കുഞ്ഞിരാമൻ സാറിനെ ക്ഷണിക്കുന്നു. കേരള അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിനും സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഭരണസമിതിക്കും എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. രാജരാജൻ സാറിനെ ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ ടീച്ചർ,
ഈ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ CN വിജയകൃഷ്ണൻ, വേദിയിൽ സദസ്സിലുള്ള സുഹൃത്തുക്കൾ, 20 വർഷമായി ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആ 20 വർഷത്തെ വളർച്ചയുടെ ഫലമാണ് ഇന്ന് ഈ തരത്തിലുള്ള ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. ഈ 20 വർഷം പടിപടിയായി ഉയരുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഈ സ്ഥാപനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ സ്ഥാപനത്തെ ഈ സ്ഥിതി എത്തിച്ചതിന് സംഘം ജീവനക്കാരും പല സമ്മതിക്കാരുടെയും അത്രയധികം ആത്മാർത്ഥതയോടെ ഒരു കൂട്ടായ്മയോടെയാണ് അവർ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് ഓർക്കാട്ടയിലെ മറ്റ് സ്ഥാപനങ്ങളോടൊപ്പം സകല സ്ഥാപനത്തോടൊപ്പം തോളോട് തോട് നിൽക്കാനുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച ഇതിന്റെ സംഘാടകരെ ആത്മാർത്ഥത എഴുതിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അതിൻ്റെ ഇല്ലാത്ത ഒരു കാര്യം ഈ ലേഖിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായി പങ്കെടുക്കുന്ന ഇവരുടെ ജീവനക്കാരുടെ ശശിയെ സെക്രട്ടറി ആദരിക്കാൻ വേണ്ടി കൊണ്ടാടാൻ വേണ്ടി ജീവിതത്തിൽ അവസരമുള്ള വ്യക്തി നമ്മുടെ കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ നേതൃത്വത്തിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ വിദ്യാർത്ഥികളുടെ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മുടെ ചടങ്ങുകൾ നടത്തും. ഏതാണ്ട് തലയിലെ ആസനമായി ഒരു ഞാൻ അവസരവാദം പറയുകയാണ്. നമ്മുടെ ഈ പുതിയ ഈ സ്ഥാപനത്തിന്റെ പേരിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ ലോക്കൽ ഉദ്ഘാടനം ചെയ്ത ലോക്കൽ ഓഫീസിന്റെ ലോക്കൽ ഉദ്ഘാടനം ചെയ്തത് MK ഭാസ്കരൻ അവരുകളാണ്. അത് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ നിക്ഷേപം സ്വീകരിക്കുന്ന ചടങ്ങാണ് പിന്നീടുള്ളത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് രജിസ്ട്രായ ഷിജു അവരുകൾക്കും അത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിക്ഷേപം നടത്തിയ കൂടിയായ അബ്ദുൽ ഹാജിയെയും ഈ അവസരത്തിൽ അന്ന് രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചാണ് മുൻ പ്രസിഡന്റ് ഈ അവസരത്തിൽ അന്ന് രേഖപ്പെടുത്തുകയാണ്. ദരിദ്രർക്കുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് രേഖപ്പെടുത്തുകയാണ്. കൃത്യമായി വായ്പ നീക്കിയെടുക്കുന്ന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിച്ച KTK സുരേഷ് ബാബു ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തെയും ഇത് ആദരം ഏറ്റുവാങ്ങിയ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നീട് വിജയികളെ ആദരിക്കാൻ നമ്മുടെ ഓക്കെ കുട്ടികളുടെ മാസ്റ്ററാണ്. ഓക്കെ കുട്ടികളുടെ മാസ്റ്ററെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വിജയികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അത് നമ്മുടെ ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചത്. ബാലകൃഷ്ണൻ മാസ്റ്റർക്കും വസ്തുവിൽ വിജയം കർഷകർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രവർത്തകരുടെ ഈ ചടങ്ങിനെ ആശംസ അർപ്പിച്ച KC ബാലകൃഷ്ണൻ, TK വാസു മാസ്റ്റർ, N രാജരാജൻ തുടങ്ങിയ എല്ലാവർക്കും, അതുപോലെ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ
ഓഫീസിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് ശശിക്കും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ അബ്ദുൽ മാസ്റ്റർ, അധ്യക്ഷ ടീച്ചർ തുടങ്ങിയവർക്ക് അവർക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ടാകാനുള്ള ആവശ്യമില്ല. അതിൻ്റെ പേരിൽ അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ പരിഹരിച്ച എല്ലാവർക്കും ഈ ഓഫീസിലേക്ക് പരിഹരിച്ച എല്ലാവർക്കും നന്ദി പ്രദർശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗ